وادخلي في عبادي وادخلي جنتي. അള്ളാഹുവിന്റെ വിജയത്തോടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുക്തരായി മുക്തരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുന്നതാണ് വസീയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ സഹോദരികളെ, മരണം ആസന്നമായ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ ചെയ്തു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കുറിപ്പിൽ നമ്മൾ സൂചിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണമാസന്നമായ ആളുകൾക്ക് ഒരുപക്ഷെ മരണത്തിന്റെ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ പ്രയാസം കാരണം അത് മറന്നുപോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് മരിക്കാറായി കിടക്കുന്ന രോഗികൾക്ക് മരണത്തിന്റെ സൂചനകൾ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കണമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ കുറിപ്പിൽ നമ്മൾ ഓർമ്മിച്ചത്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ടു മരണങ്ങൾ, നല്ലൊരു മനുഷ്യന്റെ മരണവും അഥവാ സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യന്റെ മരണവും കാഫിറായ തോന്നിവാസിയായവരുടെ മരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കുറെ ആളുകൾ നമ്മൾക്ക് മുമ്പേ കഴിഞ്ഞു പോയവരുണ്ട്. നല്ല മനുഷ്യന്മാരുമുണ്ട്, ചീത്ത ആളുകളുമുണ്ട്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ടാകും, നമ്മുടെ നാട്ടിൽപ്പെട്ടവരുണ്ടാകും, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുണ്ടാകും. അവരുടെയൊക്കെ മരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നല്ല മരണത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പഠിപ്പിക്കുന്നത് നമുക്ക് ആർക്കും ഒരാളുടെ മരണം നല്ല മരണമാണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല, അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. മരണപ്പെടുന്ന വ്യക്തിയുടെ ആ മരണം അയാൾക്ക് നല്ല മരണമാണ് സംഭവിച്ചത് എന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ വാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, സഹോദരന്മാരോ സഹോദരികളോ ആരാവട്ടെ, അവർ മരണപ്പെട്ടാൽ നമുക്ക് അനുമാനിക്കാം, അങ്ങനെ നിഗമനങ്ങൾ പറയാം എന്നതല്ലാതെ അയാൾക്ക് നല്ല മരണമാണ് സംഭവിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾക്ക് അധികാരമില്ല, അത് നമ്മളോട് അറിയില്ല, അത് നമ്മളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ അറിയാണെങ്കിൽ പ്രവാചകൻ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു. അത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മളത് കേട്ടു, നമ്മളത് സാക്ഷിയായി. അയാളുടെ അവസാനത്തെ വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അങ്ങനെയാകുമ്പോൾ അതൊരു നല്ല മരണത്തിന്റെ അടയാളമായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട സ്വഹാബികളുടെ കൂടെ ജീവിച്ച താബിഈകളിലെ ആളുകൾ അത് വിശദീകരിക്കുകയാണ്. നല്ല മരണത്തിന്റെ അടയാളമായി പ്രസിദ്ധീകരിക്കുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വേറെ മരണപ്പെട്ടാൽ അത് നല്ല മരണമാണ് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല മരണം, നമുക്കൊരു നല്ല മരണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ചില പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയിലും ഖുതുബയിൽ ഓതാനുള്ള ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
എല്ലാ വെള്ളിയാഴ്ചയും അതിൽ വസീയത്താണ്. അത് പറയണമെന്നാണ്, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യണമെന്നാണ്. അത് കുത്തുബയുടെ അലക്കാണികൾ പറയുന്ന സ്ഥലത്ത് അത് പ്രത്യേകം പറയുന്നത് തഖ്വ കൊണ്ടുള്ള വസീയത്ത് വേണം. ആ തഖ്വ കൊണ്ടുള്ള വസീയത്തിന് പ്രത്യേകം നമ്മൾ ഓതുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും സൂക്ഷിക്കാൻ പാടില്ല. അള്ളാഹ് എങ്ങനെയാണോ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്, റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ വസീയത്ത് കാണും, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടുള്ളത് മരിച്ചു പോകാൻ പാടില്ല. പ്രവാചകന്മാരൊക്കെ അവരുടെ മക്കളോട് പ്രത്യേക മഹത്വത്തിന്റെ കാര്യം അതാണ്. മക്കൾ അടുത്ത് വിളിച്ചിട്ട് മുസ്ലിമായിട്ടുള്ളത് മരിക്കരുത്. അതിന് വസീയത്താണ്. അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മുസ്ലിമായിക്കൊണ്ട് മരിക്കുന്ന ആ മരണത്തെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മരണം എന്ന് പഠിപ്പിച്ചു. നല്ല മരണം എന്ന് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ ഒരു സത്യവിശ്വാസിയുടെ ഒരു നല്ല മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലൂടെ ഒരു സത്യവിശ്വാസിയുടെ മരണത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് ഖുർആനിൽ വിശദീകരിക്കുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് അതുമായി സൂചിപ്പിക്കുന്ന ആയത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മരണം അഥവാ സത്യവിശ്വാസിയായ മനുഷ്യനെ മരിപ്പിക്കുന്ന നേരത്ത് നടക്കുന്ന ചില രംഗങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, നല്ല മനുഷ്യനാകുമ്പോൾ സംഭവിക്കുന്ന ചില രംഗങ്ങൾ ഖുർആൻ സൂറത്തുൽ നഹ്ൽ അല്ലാഹു പറയുന്നു, കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ الذين تتوفاهم الملائكة طيبين يقولون السلام عليكم ادخلوا الجنة بما كنتم تعملون. സത്യവിശ്വാസിയായ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് ആരാ മരിപ്പിക്കാറുകൾ? അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മലക്കുൽ മൗത്താണ് മരിപ്പിക്കുക. മരിപ്പിക്കുന്ന മലക്കിന്റെ പേര് മലക്കുൽ മൗത്ത് എന്നാണ്, അസ്രാഈൽ എന്നല്ല. അങ്ങനെ മലക്കിനെ അല്ലാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസിലോ കിതാബുകളിലോ പരിചയപ്പെടുത്തിയിട്ടില്ല. അസ്രാഈൽ അങ്ങനെ പേരില്ല. അങ്ങനെ ഒരു മലക്കിന്റെ പേര് പഠിച്ചിട്ടില്ല. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പേരാണത് അസ്രാഈൽ വരുന്നുണ്ട്, അസ്രാഈലാണ് മരിപ്പിക്കുക. അങ്ങനെ കിതാബുകളൊന്നുമില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. പ്രാമാണികമായ ഒരു കിതാബുകളിലും അസ്രാഈൽ എന്ന മലക്കുൽ മൗത്ത് മരിപ്പിക്കുന്ന മലക്കിന്റെ പേര് അസ്രാഈൽ എവിടെയും ഇല്ല. ഖുർആനാണോ കഴിയും, ഹദീസാണോ കഴിയും, എവിടെ? പിന്നെ ആരാണ് ഈ മരിപ്പിക്കുക? അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മരിപ്പിക്കുന്ന മലക്ക് ആരാണ്? മലക്കുൽ മൗത്ത് എന്ന പേര്. എന്താണ് മലക്കിന്റെ പേര്? മലക്കുൽ മൗത്ത് എന്ന. അത് എവിടെയാ പറഞ്ഞത്? ഖുർആൻ അല്ല പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച ദിവസം എല്ലാ പള്ളികളിലും സുബ്ഹിക്ക് ഓതുന്ന സൂറത്താണ് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ സജദ. സൂറത്തുൽ സജദയാണ് ഒന്നാമത്തെ റക്അത്തിൽ സുബ്ഹിക്ക് വെള്ളിയാഴ്ച ഓതി ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ സജദ ആണ്, സൂറത്തുൽ ഇൻസാൻ എന്ന് പറയും. ഈ സൂറത്തുൽ സജദയിൽ അല്ലാഹു പറയാൻ മരണത്തെക്കുറിച്ച് അല്ലാഹു പറയുന്ന ആയത്തുണ്ട്. ഖുൽ പറയുക പ്രവാചകരെ, يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. يتوفاكم നിങ്ങളെ മരിപ്പിക്കും. ആരെ മരിപ്പിക്കുക? മലക്കുൽ മൗത്ത്. അസ്രാഈൽ എന്നല്ല, ഖുർആനാണ് പറഞ്ഞത്. ഇത് ഖുർആനിലെ ആയത്താണ്. ഖുർആനിലെ ആയത്താണ്. സൂറത്തുൽ സജദയിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് പറയാണ്, ഖുൽ പ്രവാചകരെ പറഞ്ഞേക്കുക, ആരെ മരിപ്പിക്കുക? യതവഫാക്കും, അവർ നിങ്ങളെ മരിപ്പിക്കും, നിങ്ങളുടെ റൂഹിനെ പിടിക്കും. ആരെ? മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് പിടിക്കും. അപ്പൊ മരിപ്പിക്കുന്ന മലക്കിന്റെ പേര് മലക്കുൽ മൗത്തിനെ പുറപ്പെടുപ്പിച്ചു. അങ്ങനെ മരിപ്പിച്ചാൽ എന്താണ്? പിന്നെ അല്ലാഹുവിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അനശ്വരമായ അനന്തമായ ഒരിക്കലും തിരിച്ചു വരാത്ത, പിന്നെ മരണമില്ലാത്ത യാത്രയാണ്. അതോടുകൂടി നമ്മുടെ മരണം സംഭവിച്ചു. അതോടുകൂടി ആഖിറത്ത് തുടങ്ങുകയാണ്. പിന്നീട് അവസാനമില്ലാത്ത യാത്രയാണ്. മരണം ഇവിടെയാണല്ലോ. ആ മരണം കഴിഞ്ഞാൽ പിന്നെ അനന്തമായ യാത്രയാണ്. ആ യാത്രയിലാണ് കുറെ ആളുകൾ ഉള്ളത്. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ആ യാത്രയിലാണ്. കുറെ ആളുകൾ നേരത്തെ പോയി,
കുറെ ആളുകൾ അടുത്ത കാലത്ത് പോയി. ഇനി നമ്മളെപ്പോലുള്ള കുറെ ആളുകൾ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അതെപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. അതിന് പ്രായമോ വയസ്സോ ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പോയ ആളുകളൊക്കെ കുറെ ആളുകൾ പ്രായമുള്ള ആളുകളൊന്നും അല്ലല്ലോ. പ്രായമുള്ള ആളുകൾ എല്ലാവരൊന്നും അല്ല. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ കുറെ ആളുകൾ നമ്മൾക്ക് മുമ്പേ അങ്ങനെ യാത്ര പോയിട്ടുണ്ട്. അവർക്ക് ആ യാത്രയുടെ വഴിയിലാണുള്ളത്. നമുക്കും ആ യാത്രയിലേക്ക് പ്രവേശിക്കേണ്ട ആളുകളാണ്. ആ യാത്രയുടെ അവസാനം കുറിച്ചുകൊണ്ടാണ് മലക്കുൽ മൗത്തിന്റെ വരവ്. ആ മലക്കുൽ മൗത്തിന്റെ വരവിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറയാം. അത് സത്യവിശ്വാസമുള്ള മരണമാണ് എങ്കിൽ എന്താ സംഭവിക്കുക? നല്ല മനുഷ്യരാണ് എങ്കിൽ മലക്കുൽ മൗത്ത് അവരെ മരിപ്പിക്കുമ്പോൾ പറയും, യഖൂലൂന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. അല്ലാഹുവിന്റെ സലാമുണ്ട്, സമാധാനമുണ്ട്. നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. ഇത് ആരോടോ പറയുന്നത്? മരിക്കുന്ന ഒരു നല്ല മനുഷ്യരാണെങ്കിൽ, ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അവർ മരിക്കുന്ന നേരത്ത് ഈ മലക്കുൽ മൗത്തും സംഘവും ഒരു മലക്കല്ല. ഞാൻ വരുന്ന വിഷയത്തിലേക്ക് മരിപ്പിക്കുന്ന നേരത്തിൽ എത്ര മലക്കുണ്ടാകും? ആയിരത്തി അവിടെ ഹാജറാണ്. വിശേഷിച്ചിട്ടുണ്ട്. ഈ മലക്കുകളിൽ മരിക്കുന്ന സത്യവിശ്വാസിയെ നല്ല മനുഷ്യർ പറയാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗമാണോ? മരിക്കുന്ന നേരത്ത് തന്നെ സ്വർഗമാണോ നരകമാണോ എന്ന് അതിന്റെ സൂചനകൾ, അതിന്റെ കൃത്യമായ റിപ്പോർട്ട് മരിക്കുന്ന എത്തിയിട്ടുള്ളൂ. നമുക്കതറിയില്ല. മരിക്കുന്ന വ്യക്തിയുടെ ഭൂമിയിലും ചുറ്റിലുമൊക്കെ നമ്മളൊക്കെ നിൽക്കാറുണ്ട്. നമ്മളെ വേദപ്പെട്ടവരൊക്കെ മരിച്ച സമയത്ത് നമ്മളൊക്കെ ഹാജരാണല്ലോ. പക്ഷെ അവിടെയൊക്കെ അല്ലാഹുവിന്റെ മലക്കുൽ മൗത്തും സംഘവും വന്നുകൊണ്ട് മരണപ്പെട്ട നമ്മുടെ ഉമ്മയാണെങ്കിൽ മക്കളാണെങ്കിൽ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്വർഗമാണെങ്കിൽ അവർ സ്വർഗത്തിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നയതക്കാരെങ്കിൽ അതിന്റെ വിഷയം മറ്റൊരു വിഷയമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണെങ്കിൽ മലക്കുകൾ പറയും, എനിക്ക് സ്വർഗമാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സന്തോഷമാണ്! ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് വിശ്വാസം മരണപ്പെടുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം അഹ്മദ് ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നല്ല മനുഷ്യൻ മരിക്കുന്ന ആ മരണത്തെ വിശദീകരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സാധ്യത പറയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു ജനാസ മറമാടുവാൻ വേണ്ടി പ്രവാചക സ്വഹാബികൾ പുറപ്പെട്ടു. ഖറജന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസ്വാർ. അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ജനാസ മറമാടാൻ വേണ്ടി, നമസ്കാര ശേഷം മയ്യത്ത് മറമാടാൻ വേണ്ടി അവരിലേക്ക് വെക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവർ പുറപ്പെട്ടു. അങ്ങനെ ഖബറിന്റെ അടുക്കലേക്ക് അവരെത്തി. ആ സ്വഹാബിയെ മറമാടാൻ ഖബറിന്റെ അടുക്കലേക്ക് എത്തി. പക്ഷെ ആ ഖബറിന്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഖബറിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഖബറിന്റെ പണി പൂർത്തിയാവാത്തതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്ന ഹൗലഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു, സ്വഹാബത്ത് അവിടെ ഇരുന്നു. കാരണം കുറച്ചും കൂടെ പണി പൂർത്തിയാവണം. മയ്യത്ത് അവിടെ വെച്ചിട്ട്, അവരുടെ പുറത്ത് മയ്യത്ത് അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിയും സ്വഹാബത്തും ആ ഖബറിന് ചുറ്റും ഇരുന്നു. ഖബർസ്ഥാനിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിന് പ്രത്യേകത അധികം ആളുകളൊന്നും ബഹളമുണ്ടാക്കുക കോലാഹലങ്ങളുണ്ടാകും. നിശബ്ദമായി പ്രാർത്ഥനയായിരിക്കും, മരണത്തെക്കുറിച്ചുള്ള ബോധമായിരിക്കും. റസൂൽ അവിടെ ഇരുന്നു, തല താഴ്ത്തിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും അങ്ങനെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാം, സ്വഹാബത്തിന്റെ പ്രവാചക സ്വഹാബികൾ ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരുന്നാൽ എതുപോലെ ഉണ്ടാവും അതുപോലെ നിശബ്ദരായി ഭക്തിയോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചുറ്റും ഞങ്ങളും ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കുറച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തല ഉയർത്തി. റസൂലുള്ളാഹി താഴേക്ക് നോക്കിയിരിക്കാം. റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ട്, ഒരു ചെറിയ കൊള്ളിയുണ്ട്. റസൂലുള്ളാഹി തല മുകളിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. സ്വഹാബികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഖബർ ശിക്ഷയെക്കുറിച്ച് അല്ലാഹുവിനോട് അഭയം ചോദിക്കണം. ഖബറിന്റെ വക്കീലാണ് ഇരിക്കുന്നത്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വഹാബിയുടെ മയ്യത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് ആലോചിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെയും അതിന്റെ ശിക്ഷകളെ കുറിച്ചൊക്കെ ആലോചിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷ നിങ്ങൾ പ്രത്യേകം ചോദിക്കണം. ഖബർ ശിക്ഷയ്ക്ക് പ്രത്യേകം ഖബർ ചോദിക്കണം. അത് സഹിക്കാൻ കഴിയില്ല. അത് മാരകമായ ശിക്ഷയാണ് ഖബർ ശിക്ഷ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം ഉപദേശിച്ചു. അല്ലാഹുവിന്റെ റസൂൽ
2 3 പ്രാവശ്യം ആവർത്തിക്കുന്ന സഹാബികൾ പറയാം എന്നിട്ട് റസൂൽ പഠിപ്പിക്കാം. ഒരു സഹാബിയുടെ മയ്യത്തിൽ കബറടക്കാതെ കബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കബറിന്റെ വക്കിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ അഥവാ അവന്റെ മരണമാസന്നമായി കഴിഞ്ഞാൽ ആകാശ ലോകത്തിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഒരു മലക്കല്ല, ഒരു മലക്കിന് മലക്കുന്നവർ. ഖുർആൻ പറഞ്ഞത് ഹദീസിൽ പറഞ്ഞതൊക്കെ അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരും. കുറെ മലക്കുകൾ വരും. ആകാശ ലോകത്ത് നിന്ന് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ മരിപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മലക്കുൽ മൗത്തിന്റെ കൂടെ കുറെ മലക്കുകൾ ആകാശത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, നസലൈഹി മലായികത്തുൻ മിനസ് സമാഇ ബീദുൽ വുജൂഹി കഅന്ന വുജൂഹഹും അശ്ശംസു മഅഹും കഫനുൻ. കുറെ മലക്കുൽ മൗത്ത് സംഘവുമാണ്. മരിപ്പിക്കുന്ന മലക്കും വേറെ കുറെ മലകൾ ആകാശം ഇറങ്ങിയിട്ട് ഈ മരിപ്പിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് വരും. അതെവിടെയാണ്? അത് നമ്മുടെ മുമ്പിലാണ്. ആരാണ് മരിക്കാൻ പോകുന്നത്? നമ്മുടെ വീട്ടിൽ ആരാണോ മരിക്കുന്നത് ആ മരിക്കുന്ന വ്യക്തിയുടെ റൂമിലേക്ക് മലക്കുൽ മൗത്തും സംഘവും ഇറങ്ങി വരും. അവിടെയൊക്കെ മലക്കുണ്ടാവും. പ്രദേശത്താണ് നമ്മൾ എത്ര മരണത്തിന് സാക്ഷിയായി നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നില്ല. അത് അറിയുന്നവരുണ്ടാവും. ഈ മരണത്തോട് മല്ലടിക്കുന്ന ഈ സമയത്ത് മലക്കുൽ മൗത്തും സംഘവും കുറെ മലക്കളാണ് ഭൂമിയിൽ നിറഞ്ഞിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ആ മലക്കളെ കുറിച്ച് പറയാണ്, അത് സത്യവിശ്വാസിയാണെങ്കിൽ എന്താ പ്രത്യേകത? മുഖങ്ങളായ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സുന്ദരന്മാരായ മലക്കൾ ആ ഭൂമി നിറയെ ഉണ്ടാവും. അതെന്താണ്? ഈ മരിക്കാൻ പോകുന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനാണ്, സത്യവിശ്വാസിയായ മനുഷ്യനാണ്. ആ മലകളുടെ പ്രത്യേകത, ആ മലകളുടെ കയ്യിൽ ഈ മനുഷ്യനെ കപ്പലിൽ ഞങ്ങൾ കപ്പപ്പുണവുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാം, സ്വർഗത്തിലെ കപ്പൽ പുടവ ഈ മലകളുടെ കയ്യിലുണ്ട്. സ്വർഗത്തിലെ കപ്പൽ പുടവ ആ റോഡിനെ പിടിക്കുമ്പോഴേ ആ റോഡിനെ ഈ സ്വർഗത്തിലെ കപ്പൽ പുടവയിലാണ് അവര് പുതിയക്കാണ് ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആരെ? നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ. നമ്മൾക്കൊക്കെ സൗഭാഗ്യം ലഭിക്കണം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകുമാറാണ്. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ റൂഹിനെ അല്ലാഹുവിന്റെ മലക്കൾ പിടിക്കുന്നത് ഈ കപ്പൽ പുടവയിൽ പൊതിഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഈ മരിക്കുന്ന വ്യക്തിയുടെ കണ്ണെത്താൻ ദൂരത്തിൽ മുഴുവൻ മലക്കൾ നിറഞ്ഞിരിക്കും. മരിക്കുന്ന വ്യക്തിയുടെ കണ്ണ് ഏതുവരെ എത്തുമോ അവന്റെ റൂമിൽ അവൻ ഈ കിടക്കുന്ന മരിക്കുന്ന സ്ഥലത്ത് അവന്റെ കണ്ണെത്താൻ ദൂരത്തൊക്കെ മലക്കൾ ഉണ്ടാക്കി. ഒരു മലക്കല്ല, മലക്കുൽ മൗത്തിന്റെ കൂടെ ഒരു സംഘം മലക്കൾ ഉണ്ടാകും. കണ്ണെത്താൻ ദൂരത്തിൽ മുഴുവനും മലക്കൾ നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ കയ്യിൽ കപ്പം പുടവയുണ്ട്. പ്രകാശം കടത്തുന്ന മലക്കുകളാണവർ. മുഖങ്ങൾ വെളുത്തവരാണവർ. അവർ നല്ല മനുഷ്യരെ വഴിപ്പിക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് വന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ വിശദീകരിക്കുന്നു, മലക്കുൽ മൗത്ത്, എന്നിട്ട് പിന്നീട് മലക്കുൽ മൗത്ത് അങ്ങോട്ട് കടന്നു വരാൻ കുറേ മലക്കുകൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ മലക്കുൽ മൗത്ത് അങ്ങോട്ട് കടന്നു വരും. ആണെ മലക്കുൽ മൗത്ത് മരിപ്പിക്കുന്ന മലക്കുകൾ. റസൂൽ ഹദീസിൽ എന്നിട്ട് മരിപ്പിക്കുന്ന മനുഷ്യന്റെ തലഭാഗത്ത് മലക്കുൽ മൗത്ത് ഇരിക്കും. ഇതൊക്കെ നടക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ നടക്കുന്ന സംഗതിയാണ്. ഇത് ആളുകൾ മരിക്കുന്ന വ്യക്തികളൊക്കെ അറിയാം, മരിക്കുന്ന വ്യക്തികളൊക്കെ കാണും. മരിക്കുന്ന വ്യക്തികൾ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് ഇതറിയില്ല, അവർക്കിത് കാണാൻ കഴിയില്ല. മലക്കുൽ മൗത്ത് വന്നിട്ട് മരണപ്പെടുന്ന വ്യക്തിയുടെ തലഭാഗത്തിരിക്കും. എന്നിട്ട് ഈ മലക്കുൽ മൗത്ത് പറയും, അല്ലയോ നല്ല ആത്മാവേ, നല്ല മനുഷ്യ, സത്യവിശ്വാസിയായ മുഖ്യനായ വ്യക്തിയാണല്ലോ നീ, ഇങ്ങോട്ട് പോരെ. ആ ഒരു വിനിയോഗാദികൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് വാ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് വാ, സ്വർഗത്തിലേക്ക് വാ എന്ന് മലക്കുൽ മൗത്ത് മരിക്കുന്ന വ്യക്തിയുടെ തലഭാഗത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. ഒരു പൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഈ റോഡ് പുറത്തു പോയി. മരണവേദന ഉണ്ടാവോ? മരണവേദന ഉണ്ടാവും. മരണവേദന എല്ലാവർക്കും ഉണ്ടാവും. സത്യവിശ്വാസിക്കും അവിശ്വാസിക്കും ഒക്കെ മരണവേദന ഉണ്ടാവും.
അല്ലാഹുവിന്റെ റസൂലാണ് അങ്ങനെ ഉണ്ടായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വേറെ കുറെ പ്രയാസങ്ങളുണ്ട്, മനസ്സിൽ നടക്കുന്ന കുറെ പ്രയാസങ്ങളുണ്ട്. അത് സത്യവിശ്വാസികൾ ഉണ്ടാവില്ല, നല്ല മനുഷ്യരുണ്ടാവില്ല. ഒരു കോപ്പയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുമ്പോൾ എത്ര സുന്ദരമായിട്ട് എളുപ്പത്തിൽ അതുപോലെ പുറത്തേക്ക് വരും. അങ്ങനെ അവര് ആ കപ്പൽ പടവിൽ അതിനെ പൊതിഞ്ഞ് ആകാശലോകത്തേക്ക് കൊണ്ടുപോകും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്. അങ്ങനെ കൊണ്ടുപോവുകയാണ്. അവിടെ മലക്കുൽ മൗത്തും സംഘവും ഉണ്ടാകും, റൂഹും നിറയെ മലക്കുണ്ടാകും, നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈ മരിക്കുന്ന വ്യക്തിയൊക്കെ കാണും. ഈ മരിക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത്, എന്നിട്ട് ഇറങ്ങിപ്പോരെ, മരിക്കുന്ന വ്യക്തി കേൾക്കും, അവരെ കാണും. അത് നമ്മുടെ കാഴ്ചയല്ല, നമ്മുടെ കാഴ്ചക്ക് അപ്പുറത്തുള്ള കാഴ്ചയാണ്. അവർക്ക് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ച സമയത്ത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ഭൂമിയിലൊക്കെ നടന്ന സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയാം. ഇങ്ങനെ നടക്കുക, ഈ നടക്കാൻ പോകുന്ന മരണമേഖല നമ്മൾ മരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കണം. അല്ലാഹുവിന്റെ റസൂൽ മുഴുവൻ ഹദീസിൽ വിശദീകരിക്കണം. അങ്ങനെ കൊണ്ടുപോയിട്ട് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള കപ്പൽ പുടവയിലാണ് ഈ വ്യക്തിയുടെ റൂഹിനെ മലക്കുകൾ ആകാശലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ആകാശലോകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആകാശലോകത്തിലെ എല്ലാ മലക്കുകളും പറയാം, അല്ലാഹുവേ ഈ മനുഷ്യനെ ഞങ്ങളുടെ അടുത്തിലൂടെ കൊണ്ടുവരണേ. ആകാശലോകത്തിലെ എല്ലാ മലക്കുകളും റബ്ബിനോട് പറയാൻ, ഇതാരാണ് ഈ മനുഷ്യൻ? ഈ ആത്മാവ് ആരുടെ ആത്മാവാണ്? ഇത് ഞങ്ങൾ കഴിക്കുന്നത് കൊണ്ടുവരണമെങ്കിൽ ആകാശലോകത്തിലെ എല്ലാ മലക്കളും റബ്ബിനോട് പറയും. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ ആകാശ കവാടം തുറക്കപ്പെടും. പിന്നെ ഓരോ ആകാശ കവാടം തുറക്കപ്പെട്ട് ഓരോ ആകാശത്തിലുള്ള മലക്കുകൾ ഈ മനുഷ്യന്റെ പിന്നാലെ പോകും. അകമ്പടിയായിട്ട് ആകാശലോകത്തിലെ മലക്കളൊക്കെ ഉണ്ടാവും. നല്ല മനുഷ്യൻ മരണപ്പെട്ടവരുടെ ആത്മാവിന്റെ പിന്നാലെ. അങ്ങനെ ഏഴാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോകും. ഏഴാമത്തെ ആകാശത്തിലേക്ക് ഈ മനുഷ്യന്റെ ആത്മാവിനെ അല്ലാഹു കൊണ്ടുപോകും. ഏഴാമത്തെ ആകാശത്തിലേക്ക് അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇവന്റെ ആത്മാവിനെ ഇവന്റെ ശരീരത്തിലേക്ക് മടക്കും. ഇവിടെ ഖബറിലേക്ക്, അവിടെ വെച്ചിട്ട് പിന്നെ ഖബറിലേക്ക് മടക്കും. ഖബറിൽ നിന്ന് പിന്നെ ശിക്ഷയും ഉണ്ടാവും. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണത്തിന്റെ രംഗം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. ഇതുപോലെ നല്ല മരണം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രൂപത്തിൽ ജീവിച്ചാൽ ഈ സംഗതികളൊക്കെ നമുക്ക് ആ സമയത്ത് ഈ അനുഭവങ്ങൾക്ക് സത്യവിശ്വാസത്തിൽ ഉണ്ടാവും. ആ അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാഹു ഖുർആനിൽ പറയാം, സത്യവിശ്വാസി പഠിക്കുന്ന നേരം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളുകൾ, എന്നിട്ട് നേരെ ചൊവ്വേ ജീവിച്ച ആളുകൾ, ഇസ്ലാമിൽ ഉറച്ചു നിന്ന ആളുകൾ, അവർ മരിക്കുന്ന നേരം അവർ മരിക്കുന്ന സമയത്ത് ആകാശലോകത്തുന്ന മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരും ആളുകളിലേക്ക്, ഈ മരിക്കുന്ന വ്യക്തികൾക്ക്. എന്നിട്ട് അവരെന്താ പറയാലോ, അല്ലാഹൂനി പേടിക്കേണ്ടതില്ല, വലാഹൂനി ദുഃഖിക്കേണ്ടതില്ല, നിനക്കിതാ സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. മരിക്കുന്ന നേരത്തിൽ മലക്കുകളെ എതിരായി കണ്ടിട്ട് മരിക്കുന്ന വ്യക്തി മൂക്കനെ പറയാണ്, നീ പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട, കൊണ്ട് പോലെ ചോദ്യമുണ്ട്. പരലോകത്തിലും ദുനിയാവിലും ഞങ്ങളാണ്, ഈ മലക്കുകളാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുടെ സുഹൃത്തുക്കൾ എന്ന് ഈ വ്യക്തിക്ക് മലക്കുകൾ പറഞ്ഞു കൊടുക്കുക മരിക്കുന്ന നേരം. അങ്ങനത്തെ ഒരു സന്തോഷപൂർണമായ മരണം സഹോദരന്മാരെ സഹോദരങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രൂപത്തിൽ ഒരു മുഅ്മിനായി നമ്മൾ ജീവിക്കണം, ഒരു മുത്തഖിയായി നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ അതല്ലാത്ത ആളുകൾ ലഭിക്കുന്ന വളരെ മാരകമായ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രൂപത്തിൽ മുഅ്മിനായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥന, റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന, യൂസുഫ് നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥന. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ ബാരികതൻ ബിസ്വാലിഹീൻ. എന്താണ്? മരിക്കുന്ന സമയത്ത് ഈമാൻ മുസ്ലിമായിട്ട് മരിക്കും. മുസ്ലിമായിട്ട് മരിച്ചാൽ ഈ സംഗതികളൊക്കെ ലഭിക്കും. ഈ സമാധാനങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്തൊക്കെ കൂടെ നിൽക്കുന്നവരൊക്കെ കരയാണ്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ കരച്ചിലാണ്, കണ്ണീരിലാണ്, വളരെ പ്രയാസത്തിലാണ്. ആ സമയത്ത് മരിച്ച
ജീവിക്കുന്ന വ്യക്തി സന്തോഷത്തിലാണ്. അങ്ങനെയാണ് ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൂടെ ജീവിതത്തിന്റെ സമസ്ത നിലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തത്തികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഉപദേശിക്കുന്നതോ സ്വീകരിച്ചിരുന്നു. സഹോദരന്മാരെ സഹോദരങ്ങളെ, എല്ലാ സമയത്തും മരണത്തെ ഓർക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയ്യത്താണ്. മരണത്തെ കൂടുതലായി ഓർക്കുക എന്നൊരു വസിയ്യത്താണ്. ഈ മരണബോധം, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. സാധാരണ നമ്മുടെ ഈ ദുനിയാവിൽ നമ്മുടെ ജോലിയും നമ്മുടെ തിരക്കുമൊക്കെയായിട്ട് ജീവിക്കുമ്പോൾ പല സന്ദർഭത്തും പല ആളുകൾക്കും മരണബോധം ഉണ്ടാവാറില്ല. ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരിപ്പോൾ അടുത്തൊന്നും മരിക്കൂല എന്ന് തോന്നുന്നത് പോലെ ആളുകളുടെ പെരുമാറ്റങ്ങളും അവരുടെ പോക്കും. പക്ഷെ വിശ്വാസി എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം. എന്തായാലും ഈ ജീവിത കാലഘട്ടത്തിൽ മരണത്തെ ഓർക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, ആ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാൻ അവസരം ഉണ്ടാവും. മരണബോധം ഉണ്ടാകുമ്പോൾ തൗബ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ തൗബ ചെയ്യൂല. നമ്മൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടോ, അത് പശ്ചാത്തപിക്കണമെങ്കിൽ മരിക്കുമെന്ന ചിന്ത വേണം. മരിക്കുമെന്ന ചിന്ത വേണം. മഹാന്മാരെ പണ്ടുപോലെ പറയണം, ഇങ്ങനെ മരണബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് കഴിച്ചിട്ട് പോകുക, പെട്ടെന്ന് നമ്മൾ തൗബ ചെയ്യും. രണ്ടാമത്തെ അനാഹത്തിൽ കല്ലുണ്ട്. നമുക്ക് എന്താണോ കിട്ടിയത് അതിൽ തൃപ്തി ഉണ്ടാവും. നമ്മൾ ബിസിനസ് നടത്തി, അല്ലെങ്കിൽ ജോലി ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നമുക്കതിൽ വിചാരിച്ചിട്ടുള്ള ലാഭമൊന്നും കിട്ടിയില്ല, നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടാവില്ല. അതെന്താ, നമ്മൾ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ മരിക്കാനുള്ളവരാണ്, എപ്പോഴും മരിക്കും. നമുക്ക് പ്രശ്നം പറയുന്നത് കുടുംബങ്ങൾക്കും തലമുറകൾക്കും വേണ്ടിയുള്ള ചിന്തയാണ് നമുക്ക്. അതിനുവേണ്ടി നമ്മൾ അതിന് അത്രയും വേണം. ഞാൻ മരണപ്പെട്ടാലും എന്റെ കുടുംബങ്ങൾക്കും തലമുറക്കും ഉണ്ടാക്കുന്ന ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് വല്ലാതെ അതിന് പിന്നാലെ പോകണം. പക്ഷെ എപ്പോഴും മരിക്കുമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ എന്തോ ആവട്ടെ, അതിൽ എത്ര കിട്ടി അത് തൃപ്തി ഉണ്ടാവും. കാരണം എന്താണ്, എന്തും മരിക്കും. ഇതൊന്നും ഇവിടെ കാലകാലം ജീവിക്കാനുള്ളതല്ല. മൂന്നാമത് വിവാദത്തിനൊരു താല്പര്യം ഉണ്ടാകും. ഇപ്പൊ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വരിക, നമുക്ക് നിശ്ചയിക്കാൻ വലിയ താല്പര്യമില്ല. ഇടയ്ക്കൊക്കെ വരും. ചില സമയത്ത് എന്താണ്, ഈ വക്തിന് പോകണ്ട, അല്ലെങ്കിൽ ചില വക്തിന് പോകണ്ട, വീട്ടിൽ നിശ്ചയിക്കാം, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഈ വക്തിന് വേണ്ട. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാൻ കാരണം കാര്യങ്ങൾ മരണത്തിന്റെ യാത്രയാണ്. മരണത്തിന്റെ യാത്രയാണ്. മരണത്തെക്കുറിച്ച് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു വസ്തു നമ്മൾ ഒഴിവാക്കൂല. നമ്മൾ നമസ്കരിക്കാൻ നിന്നാൽ ഒരു തത്വമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമസ്കരിക്കുമ്പോൾ അവസാനത്തെ നമസ്കാരം കൊണ്ട് നമസ്കരിക്കണം. എന്താ, അടുത്ത വക്തിൽ ഉണ്ടാവുന്നതറിയില്ല. ഇപ്പൊ ഇന്ന് നോക്കുമ്പോ പിന്നെ ജുമാ നമസ്കരിച്ചിട്ട് അടുത്ത വക്തിൽ അസറിൽ നമ്മൾ ഉണ്ടാവുന്ന ഭയമില്ല. അപ്പൊ അങ്ങനെ നമസ്കരിക്കാം. അതുകൊണ്ട് ആ ഒരു മരണചിന്ത നമസ്കരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആ നമസ്കാരത്തിന് ഹുശൂറുണ്ടാവും, ഒരു തത്വമുണ്ടാവും. ഒരാളെ അവരോട് പറയണം, ഇതെന്റെ അവസാനത്തെ നിസ്കാരം, ഞാൻ കൊല്ലാൻ പോവാണ്, ഞാൻ കൊല്ലാൻ പോവാണ്, വാട് പഠിച്ച് എന്നെ ഇത്ര സമയത്ത് ഞാൻ വധിക്കാൻ പോവാണ്. ലാസ്റ്റ് നമസ്കാരം പറയാൻ വിളിച്ചാൽ തത്വം ഉണ്ടാവും. എത്ര ഉണ്ടാവും? അത് ഒരുപാട് നമസ്കാരമായി. ആ നമസ്കാരം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയൂല. അതുപോലെ എല്ലാ വസ്തുക്കളും നമസ്കരിക്കാൻ കഴിയണം അവരുടെ കവിയോട് കൂടി. മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബികൾ വിശദീകരിക്കാണ്. പിന്നെ മൂന്നാമത്തെ സംഗതി, ഖബർ സന്ദർശിച്ച മനുഷ്യൻ നന്നാവും. മയ്യത്ത് കുളിപ്പിക്കുക, മനുഷ്യന് നന്നാവും. ഖബർ സന്ദർശിക്കുക, മയ്യത്ത് കുളിപ്പിക്കുക, ഖബർ ചെയ്യുക. അതേപോലെ തന്നെ മരണമാസമായ ആളുകളുടെ അടുക്കൽ നമ്മുടെ സന്നിഹിതരാവുക. ഇങ്ങനെയൊക്കെ പല സംഗതികൾ നമുക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കുറേ നന്നാവാൻ കഴിയുന്നതാണ്. കുറേ നല്ലത് ചെയ്യാൻ കഴിയും. എന്നാൽ ഖബർ കാണുമ്പോൾ തത്വമുണ്ടാവും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അത് വല്ലാത്ത തത്വയാണ്. കാരണം മയ്യത്തുമായി ബന്ധപ്പെട്ടൊരു ഇതാണല്ലോ. ഇങ്ങനെ കുറെ സംഗതികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിവാദങ്ങൾ നന്നാക്കാനും മരണബോധമുണ്ടാക്കാനും നമ്മുടെ സ്വഭാവം നന്നാക്കാനും ഒക്കെ കഴിയുമെന്നാണ്
കിതാബുകളിലൂടെ ഹദീസുകൾ പഠിക്കുന്നുണ്ട്. സഹോദരന്മാരെ സഹോദരികളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മരണപ്പെട്ടാൽ അത് സന്ദർശിക്കുക, മയ്യത്ത് നിശ്ചയിക്കുക, കുളിപ്പിക്കാൻ പറ്റിയതിൽ പങ്കെടുക്കുക, കബർസ്ഥാനിൽ പോവുക, അവർക്ക് ഇസ്തിഗ്ഫാർ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഒരുപാട് കഴിക്കും, അതിലൊക്കെ പങ്കെടുക്കണം. അത് നമുക്ക് അവർക്കല്ല, അവർക്കൊരു പ്രാർത്ഥന കിട്ടും, നമുക്കൊരുപാട് ഗുണമുണ്ട്, നമ്മളിലൂടെ നന്നാവും. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ, ഈ തെറ്റുകളൊക്കെ മുതലെപ്പിടിച്ച് അള്ളാഹുവിനെ കഴിക്കാൻ നമ്മുടെ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തോഫീക്ക് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.